അതുപോലെ തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിച്ചു, ഒരു കൃഷിഭൂമി കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്നത്, അതെന്താണ് അതിനെക്കുറിച്ച്? കാരണം വില്ല് വാങ്ങുന്ന ആളുകൾക്ക് പല ബിൽഡേഴ്സും പല ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട്. കാർ കൊടുക്കാം, സ്കൂട്ടർ കൊടുക്കാം, ഫ്രിഡ്ജ് കൊടുക്കാം, TV കൊടുക്കാം. പക്ഷെ ഇതിന് പെട്രോൾ അടിക്കാനോ കറണ്ട് ബില്ല് കൊടുക്കാനുള്ള കാശൊന്നും അവർ കൊടുക്കുന്നില്ല. ഞങ്ങൾ കൃഷിഭൂമി കൊടുക്കുമ്പോൾ കൃഷിഭൂമിയിൽ നിന്ന് ഇവർക്ക് വരുമാനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഓർഗാനിക് ഫാമിംഗ് ഡെവലപ്പ് ചെയ്യുന്നു. നെല്ലി, മാവ്, പതിമുഖം, പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യാവുന്ന ഒരു തോട്ട്. അപ്പോൾ ഇവർക്ക് വില്ലയുടെ സ്വഭാവം അനുസരിച്ച് 1 ഏക്കർ, 2 ഏക്കർ, 3 ഏക്കർ സ്ഥലം മധുരയിൽ ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും അതിലെ കൾട്ടിവേഷൻ ഞങ്ങൾ നടത്തും. ഇപ്പോൾ മധുരയിലാണ് ഞങ്ങൾ പോയി അങ്ങനെ കൃഷി ചെയ്യും. നമ്മൾ മൊത്തം ഗ്രൂപ്പായിട്ട് അത് കൃഷി ചെയ്യുക. അവിടുത്തെ ഉൽപ്പാദനങ്ങൾ നമ്മൾ വിപണനം ചെയ്യാനുള്ള സംവിധാനം എന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായൊരു വില കിട്ടുന്ന സംവിധാനം, അതിൻ്റെ 90% കസ്റ്റമർക്ക് കിട്ടാം. അതാണ്. അപ്പോൾ ഈ വീട്ടിൽ നാളെ ജീവിക്കണമെങ്കിൽ ജീവിക്കാനുള്ള വരുമാനം കൂടി കൊടുക്കുന്ന ഒരു ബിൽഡറായിട്ടാണ് ശാന്തിമണം മാറിയത്. അത് ശരി. പിന്നെ മറ്റ് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ ഒരു ഇത് വാങ്ങുന്ന ഒരാൾക്ക് ലഭിക്കുക? മറ്റ് എന്തൊക്കെ ലഭിക്കുന്നു എന്നതിൽ ഇത്രയും വലിയ കാര്യങ്ങൾ മലയാളിയുടെ ഒരു മനസ്സ് പിടികിട്ടിയല്ലോ സാറിന്. പൊതുവെ ഞങ്ങള് ഇത്രയൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് സന്തോഷിച്ചിരിക്കുമ്പോൾ പോരാന്നാണ്. പിന്നെ ഇനി മറ്റൊരു കാര്യം, ഇവിടെ ചികിത്സക്ക് വരുന്ന ആളിന് എന്താണ് അസുഖം എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവർ അസുഖത്തിന് ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ ഔഷധ മൂല്യങ്ങൾ ഏതേത് ഭാഗങ്ങളാണ്, വേരാണോ, തൊലിയാണോ, പൂവാണോ, കായ, ഇത് കാണിച്ചു കൊടുക്കുന്ന ഡൊമസ്റ്റേഷൻ ഫ്ലോട്ട് ഉണ്ടാവും. പിന്നെ ഇവര് താമസിക്കുന്ന വീടിന്റെ പരിസരത്ത് ഇവരുടെ ജന്മനക്ഷത്ര വൃക്ഷം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ ആയുസ്സും ആരോഗ്യവും സമ്പത്തും വർദ്ധിപ്പിക്കുന്ന ജന്മനക്ഷത്ര വൃക്ഷം ഉണ്ടായിരിക്കും. ഇതിൽ കൂടുതൽ നീ എന്താ വേണം? ഇതാണ് ഞാൻ ചോദിച്ചത്. ഇതും ചില കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ ലൈബ്രറി ഉണ്ട്, ആർട്ട് ഗാലറി ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്, പിന്നെ കൃഷിത്തോട്ടം ഉണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു പൈതൃക ഗ്രാമം രൂപപ്പെടുത്തുകയാണ്. കൈത്തറി, നമ്മളെന്താ ഈ ക്ലേ പ്രൊഡക്ട്സ്, വെജിറ്റബിൾ ഫാമിംഗ്, ഇതെല്ലാം ഗുരുവായൂരിൽ കാണിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യും. ഒരു വളരെ ചിലപ്പോൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ എന്തിനാ ഈ ഒരു ചോദ്യം ചോദിച്ചെന്ന് തോന്നുന്നു. വെറുതെ ഒരു കുസൃതിക്ക് ചോദിച്ചെന്ന് വിചാരിച്ചാൽ മതി. ഈ ഗുരുവായൂർ തന്നെ ഇത് ഒരു സെൻറ്ററാക്കാനുള്ള ഒരു ഘടകം എന്തായിരുന്നു? ഞങ്ങൾ യഥാർത്ഥത്തിൽ പാലക്കാടാണ് ഈ പ്രൊജക്റ്റ് തുടങ്ങാൻ ഉദ്ദേശിച്ച കാര്യം. പക്ഷെ ഞങ്ങളൊരു സർവേ ചെയ്തപ്പോൾ ഗുരുവായൂരിൽ 2.5-3 കോടി ജനങ്ങൾ വരുന്നതാണ്. ഇവിടെ അക്കോമഡേഷൻ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു റിസോർട്ട് ആരംഭിച്ചാൽ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ആയുർവേദ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകളാണ്. പക്ഷേ ഇതിനു വേണ്ടി വിദേശത്തു നിന്ന് ധാരാളം പേര് വരുന്നുണ്ട്. ഇപ്പോൾ കേരള സമാജം, കോട്ടക്കൽ, നാഗാർജുന, തൈക്കാട്ട്, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ അവിടെ ആവശ്യത്തിന് സൗകര്യങ്ങൾ പോരാന്നുള്ളതാണ്. പ്രത്യേകിച്ച് സുഖചികിത്സക്കും രോഗപ്രതിരോധ ശേഷിക്കുള്ള കോഴ്സിനൊക്കെ വരുമ്പോൾ വിദേശിലേക്ക് താമസിക്കാനുള്ള സൗകര്യക്കുറവാണ്. പക്ഷേ അത് എവിടെയായാലും വരും. ഗുരുവായൂരാണെങ്കിൽ പ്രത്യേകിച്ച് വരും. പക്ഷേ ഗുരുവായൂരിലാണെങ്കിൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ 25% അക്കോമഡേഷൻ ഷോർട്ടേജ് ഉണ്ട്. 2.5-3 കോടി ആളുകൾ വരുന്നുണ്ടെങ്കിൽ തന്നെ ഇവിടുത്തെ ഹോട്ടലും ലോഡ്ജും ഒക്കെ ആയിട്ട് പോരാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഗുരുവായൂരിൽ ഒരു പ്രൊജക്റ്റ് തുടങ്ങിയാൽ അത് പബ്ലിക്കിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ്. കാരണം ഞങ്ങൾ പ്രൊജക്റ്റിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ബാക്കി പബ്ലിക്കിൻ്റെയാണ്. ആ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവരെ വലിയ സ്ഥലം രജിസ്റ്റർ ചെയ്ത് വില്ല അവരുടെ പേരിൽ പണിത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ അവർക്ക് വരുമ്പോൾ താമസിക്കും. ഗുരുവായൂരിൽ പലരും ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ മാസത്തിൽ 1-2 ദിവസം വന്ന് താമസിക്കും, വെറുതെ പൂട്ടിയിടുന്നു. അവർക്ക് റൂം കിട്ടാത്തതിന്റെ പേരിലാണ് അവരിങ്ങനെ വാങ്ങിച്ചേക്കുന്നത്. അത് പൂട്ടിയിടുന്നു. അപ്പോഴും അവർ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാൾക്ക് ഗുണമില്ല. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ഗുണമാണ്, ഇവരിക്കും ഗുണകരമാകുന്ന രീതിയിൽ ഇത് റെന്റ് ഔട്ട് ചെയ്യുന്ന ഒരു സ്കീം. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ പേരിൽ പ്രോപ്പർട്ടി കൊടുക്കുന്നു. അവർക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ 50% വരെ ബാങ്ക് ഫൈനാൻസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ റീപേയ്മെന്റിന്റെ ലൈബിലിറ്റി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. കാരണം റെന്റ് കൊണ്ട് റീപേയ്മെന്റ് നടത്താം. ഇന്ന് ഒരു മലയാളി ശരാശരി വീടുണ്ടാക്കുമ്പോൾ വീട് ഹൗസ് വാമിങ് വന്നു കഴിഞ്ഞാൽ പലരും ഡൊണേഷൻ വരുന്നത് ഇവന്റെ വീടിന്റെ വലിപ്പം കണ്ട. ഇവൻ പെയിന്റ് ഇടയിലും ലോണും കൺസ്യൂമേഴ്സ് ആയിട്ട് ബാധ്യതയിൽ വെക്കുമ്പോൾ ഇത് ആരടക്കം എന്നുള്ളതല്ല. ഇത്രയും വലിയ വീടുണ്ടാക്കിയ ആള് കഴിഞ്ഞ തവണ വന്ന പോലെ അല്ല അമ്പലത്തിലെ ഉത്സവത്തിന് ഈ തവണ കാശ് കൂടുതലാണോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കമ്മിറ്റിക്കാരെത്തുമ്പോൾ ഇവൻ കിടന്ന് വിഷമിക്കുകയാണ്. കടമാണെന്ന് പറഞ്ഞാൽ അതിലും വലിയ വിഷമം. ഇവിടെ കടമാണെങ്കിൽ തീർക്കാൻ ഞങ്ങളുണ്ട്, ഗുരുവായൂരപ്പനെ സഹായിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ വരുന്ന ആളുകൾക്ക് വാടകയ്ക്ക് നൽകി ഇവരുടെ ഈ ലോണിൻ്റെ റീപേയ്മെൻറ്റ് നടത്തും. ഇവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ ഭാവിയിൽ ഇവർക്ക് ഒരു ജീവിത വരുമാനമായിട്ട് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ശാന്തിപടത്തിൽ ഒരു വില്ല വാങ്ങിച്ചാൽ സാധിക്കുന്നു.
അതുപോലെ ഈ വില്ലാസ് കൂടാതെ മറ്റ് ഞാൻ ശരിക്കും സാറിൻ്റെ ഒരു പ്രൊഫൈൽ അതിപ്പോൾ സാറ് എനിക്ക് തോന്നുന്നു വലിയ കേരളത്തിലെ ഒരു വലിയൊരു സിനിമാ താരങ്ങളെക്കാളും വളരെ പ്രശസ്തനും സാറിൻ്റെ പ്രൊഫൈലിൽ ഒരുപാട് പേര് വായിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ മറ്റ് ചില പ്രോജക്റ്റുകളൊക്കെ വായിച്ചു. അതുപോലെ പ്രധാനപ്പെട്ട ഡ്രീം പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ് സാർ? ഒന്ന് ഗ്ലോബൽ സിറ്റി. ഈ ഗ്ലോബൽ സിറ്റി എന്ന ആശയം ഞാൻ ജൂലൈ മാസത്തിൽ അമേരിക്കയിൽ പോയിരുന്നു. അപ്പോൾ കേരളത്തിൽ ഹിന്ദു അസോസിയേഷൻ്റെ ഒരു മീറ്റിനാണ് പോയത്. അവരെ ഗസ്റ്റായിട്ട് പോയി. പക്ഷെ അവിടെ ചെന്ന് അവരെ കേട്ട് സംസാരിച്ചതിൽ 30-35 വർഷമായിട്ട് അവിടെ സർവീസ് ചെയ്തിരിക്കുന്ന പലരും ഇപ്പോൾ മക്കളൊക്കെ നല്ല നിലയിലായി, കുട്ടികളൊക്കെ നോക്കി അവിടെ കഴിയുന്നു. പക്ഷേ അവരവിടെ ഇപ്പോൾ കഴിയുന്ന ഒരു അധികപ്പറ്റാണെന്ന് ചിലർക്കെങ്കിലും തോന്നൽ വന്നു. അതോടൊപ്പം തന്നെ നാട്ടിൽ വന്നും കേരള സ്റ്റൈലിൽ ജീവിക്കണമെന്ന്. പക്ഷെ നാട്ടിൽ വരുമ്പോൾ ഇവിടെ വേരുകളില്ല, സ്വന്തക്കാരും ബന്ധക്കാരൊക്കെ പല സ്ഥലത്തായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങളവിടെ വന്ന ഒറ്റപ്പെടലുണ്ടാവും, അതുകൊണ്ടാണോ കേരളത്തിൽ വരാത്ത എന്നൊക്കെ അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ ന്യൂയോർക്ക് ടു അബുദാബി വഴിയാണ് ഞാൻ വന്നത്. അബുദാബി വന്നപ്പോൾ 22 മണിക്കൂർ ഫ്ലൈറ്റിൽ കയറും. ഈ 22 മണിക്കൂർ ചിലവഴിക്കാൻ ഇങ്ങനെ പലതും ആലോചിച്ച് ഇതിനൊരു രൂപം കൊടുത്തു. അവർക്ക് ഇവിടെ നിന്ന് അവരാഗ്രഹിക്കുന്ന രീതിയിൽ താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കാണ്. അങ്ങനെ 100 മലയാളി കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു ഗ്ലോബൽ സിറ്റിയാണ് അടുത്ത പ്രൊജക്ട്. അത് ശരി. അതാകുമ്പോൾ അവരുടെ ഒറ്റപ്പെടലില്ല. കാരണം ഇവർ 100 മലയാളി കുടുംബങ്ങൾക്ക് ഇവിടെ താമസിക്കാം, സീനിയർ സിറ്റിസൺസ്. അതായത് ഇപ്പോൾ